ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. പറയുമ്പോൾ ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗാന്ധിജി 1915 വന്നതിന് ശേഷം 1947 വരെയുള്ള കാര്യങ്ങൾ മൊത്തം നമുക്കിതിൽ പഠിക്കാനുണ്ട്. എന്ന് വെച്ചാൽ ഏകദേശം ഒരു ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭൂരിഭാഗം ഭാഗങ്ങളും കവർ ചെയ്യുന്ന ഒരു ഏരിയയാണ് ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും എന്ന് പറയുന്ന കാര്യം. ഓക്കെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാന്ധിജി വന്നതിന് ശേഷമാണ് സ്വാതന്ത്ര്യ സമരം പുതിയൊരു രീതിയിലേക്ക് മാറാൻ വേണ്ടി പോകുന്നത്. അതേപോലെ ഗാന്ധിജി വന്നതിന് ശേഷമാണ് സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇപ്പൊ ഉപ്പു സത്യാഗ്രഹമായാലും നിസ്സഹകരണ പ്രസ്ഥാനമായാലും നിയമലംഘന പ്രസ്ഥാനമായാലും ക്വിറ്റ് ഇന്ത്യ സമരമായാലും ഉപ്പു സത്യാഗ്രഹവും നിയമലംഘന പ്രസ്ഥാനവും സെയിം ആണ്. ക്വിറ്റ് ഇന്ത്യ സമരമായാലും ഇതെല്ലാം നടന്നിരിക്കുന്നത് ആ സമയത്താണ്. ഓക്കെ, സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഒരു സീരീസ് ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇന്നത്തെ ഭാഗത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന കാര്യം എന്ന് പറയുന്നത് 1915 ഗാന്ധിജി ഇന്ത്യയിലോട്ട് വരുന്നു. ഓക്കെ, അതിനുശേഷം ഗാന്ധിജി ഇന്ത്യയുടെ പൊളിറ്റിക്സിൽ, അതായത് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് മാറുന്നത് വരെയുള്ള കാര്യമാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ സാർ, ഗാന്ധിജി വന്ന ഉടനെ ഗാന്ധിജിക്ക് ഇമ്പോർട്ടൻസ് ഇല്ലേ? മക്കളെ, ഫോർ എക്സാമ്പിൾ INC-യിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ. ഒന്ന് മിതവാദി, ഒന്ന് തീവ്രവാദി. ഇപ്പോ എന്താ, ദാദാഭായ് നവറോജി, സുരേന്ദ്രനാഥ ബാനർജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ഇവരൊക്കെ നമുക്ക് മിതവാദിയായിട്ട് കൂട്ടാൻ പറ്റും. ലാൽ ബാൽപാൽ, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധർ തിലക്, ഇവരെയൊക്കെ നമുക്ക് തീവ്രവാദിയായിട്ട് കൂട്ടാൻ പറ്റും. അപ്പൊ ഗാന്ധിജി ഇങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ ഇവിടെ ഒരുപാട് നേതാക്കൾ ഉണ്ട്. ആ നേതാക്കളൊന്നും പറയാത്ത പുതിയൊരു രീതിയാണ് ഗാന്ധിജി ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. അതിന്റെ പേരാണ് സത്യാഗ്രഹം എന്ന് പറയുന്ന രീതി. ആ രീതി കൊണ്ടുവന്ന് ഇവിടെ ഗാന്ധിജി എസ്റ്റാബ്ലിഷ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. അങ്ങനെ എസ്റ്റാബ്ലിഷ് ആയിട്ട് അദ്ദേഹം എങ്ങനെയാണ് ഒരു ദേശീയ നേതാവായത് എന്നതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഓക്കെ, എങ്കിൽ എന്റെ പേര് കിരൺ. നമുക്ക് ക്ലാസ്സിലോട്ട് പോയാലോ? എങ്കിൽ അതൊരു ടെലഗ്രാം ഗ്രൂപ്പാണ്. കിരൺ PSC സ്റ്റഡി സർക്കിൾ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. അത് കോമൺ PSCക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അത് ഫോർ എക്സാമ്പിൾ LDC, VFO, CPO എന്ന് തുടങ്ങിയ എല്ലാ എക്സാംസും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെലഗ്രാം ഗ്രൂപ്പാണ്. കിരൺ സ്റ്റഡി സർക്കിൾ ഡിഗ്രി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പാണ്. ഓക്കെ, എക്സ്ക്ലൂസീവ്ലി ഫോർ ഡിഗ്രി ലെവൽ എക്സാം ആയിരിക്കും. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഓക്കെ, എങ്കിൽ നമുക്ക് ക്ലാസ് തുടങ്ങാം. ഓക്കെ, അങ്ങനെ ഗാന്ധിജി 20 വർഷമായിട്ട് ദക്ഷിണാഫ്രിക്കയിൽ താമസിച്ചു വരികയായിരുന്നു. അങ്ങനെ 20 വർഷമായിട്ട് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ താമസിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ ഗാന്ധിജിക്ക് ഒരു ദിവസം തോന്നി, എന്തുകൊണ്ട് നമ്മൾ ഇന്ത്യയിലേക്ക് വെക്കൂടാ എന്ന് തോന്നി. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, സാർ, എന്തുകൊണ്ടാണ് ഗാന്ധിജിക്ക് അങ്ങനെ തോന്നാനുള്ള കാരണം? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുക്കണം. ഓക്കെ, ദക്ഷിണാഫ്രിക്കയിൽ 20 വർഷമായിട്ട് അവിടെ ഇരിക്കുന്നു, അവിടെയുള്ള ഇന്ത്യക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, സത്യാഗ്രഹം എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആകെ എല്ലാം എന്താണ്, അദ്ദേഹത്തിന് അനുകൂലമായി വരുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇന്ത്യയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാക്കണം. ഇന്ത്യയിൽ മാറ്റം ഉണ്ടാക്കുക മാത്രമല്ല, ഇന്ത്യയിൽ എന്ത് ക്രിയേറ്റ് ചെയ്യണം? ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്യേണ്ട സംഭവത്തിന്റെ പേരാണ് എന്ത്? സ്വാതന്ത്ര്യം വാങ്ങിയെടുക്കണം. അങ്ങനെ ഗാന്ധിജിക്ക് സ്വാതന്ത്ര്യം വാങ്ങിയെടുക്കണം എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, അതിന് ദക്ഷിണാഫ്രിക്കയിൽ കാര്യമില്ലല്ലോ. അപ്പൊ ഗാന്ധിജി എങ്ങോട്ട് വരുന്നതായിരിക്കും? ഇന്ത്യയിലോട്ട് വരുന്നതായിരിക്കും. അതിനുവേണ്ടി അദ്ദേഹം തെരഞ്ഞെടുത്ത വർഷം മാസം ദിവസമാണ് 1915 ജനുവരി 9. അങ്ങനെ 1915 ജനുവരി 9-ന് 20 വർഷമായിട്ടുള്ള ദക്ഷിണാഫ്രിക്കയിലെ ഒക്കെ മാറ്റങ്ങളെല്ലാം നോക്കിയതിനു ശേഷം അദ്ദേഹം എങ്ങോട്ട് വന്നു? ഇന്ത്യയിലോട്ട് വന്നു. അതുകൊണ്ട് അദ്ദേഹം വന്നിട്ടുള്ള ഈ ദിവസത്തെ, ഏത് ദിവസത്തെ, 1915 ജനുവരി 9-ന് നമ്മൾ പ്രവാസി ഭാരതീയ ദിവസ്. ഓക്കെ, ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഒന്ന് സഹകരിക്കുക. ഓക്കെ, ചെറിയ ഇവിടെ അല്ല, പുറത്താണ്. ഓക്കെ, സോ എന്താ പറയാ, പ്രവാസി ഭാരതീയ ദിവസ് ഓക്കെ എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും? ആചരിക്കുന്നതായിരിക്കും. ഓക്കെ, അതെന്തുകൊണ്ട് അങ്ങനെ ആചരിക്കാനുള്ള കാരണം? ഇപ്പൊ ഒരുപാട് NRIs ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്, ഇല്ലേ? ഓക്കെ, ഇപ്പൊ നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഒരുവിധപ്പെട്ട എല്ലാ NRIs ഉള്ള സ്ഥലമാണ് നമ്മുടെ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളതിനെ ഗൾഫ് ഏരിയ എന്ന് പറയുന്നതായിരിക്കും. അതേപോലെ US-ലുണ്ട്, UK-ലുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിലില്ലേ? ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമായിട്ട് മാറിയിട്ടുള്ള NRIs എന്ന് പറയുന്നത്. അപ്പൊ ഗാന്ധിജിയും ഒരു NRI ആയിരുന്നല്ലോ. ഓക്കെ, കാരണം 20 വർഷമായിട്ട് ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ ആയിരുന്നല്ലോ. അപ്പൊ അദ്ദേഹമല്ലേ ഇങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്തു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങി തന്നത്.
അതുകൊണ്ട് നമ്മൾ ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസ് അല്ലെങ്കിൽ NRI ദിനമായിട്ട് എന്ത് ചെയ്യും, ആചരിക്കും. എന്തുകൊണ്ടാണ്? വിദേശ ഇന്ത്യൻ സമൂഹം ഇന്ത്യക്ക് നൽകിയിട്ടുള്ള വികസനത്തിന്റെ ഒരു സംഭാവനയെ അംഗീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ദിവസമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഈ ജനുവരി 9 എടുക്കുന്നതായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ ആണല്ലേ? ഓക്കെ, അപ്പോ എവിടെ ദക്ഷിണാഫ്രിക്കയില് ഗാന്ധിജി ഇന്ത്യക്കാർക്കെതിരെയുള്ള വിവേചനത്തിനെതിരെ ഒരു സമാധാനപരമായിട്ടുള്ള പ്രക്ഷോഭം നയിക്കുകയും ദക്ഷിണാഫ്രിക്കയിൽ ഒരു നേതാവായിട്ട് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്താണ് ആ പ്രക്ഷോഭത്തിന്റെ പേര്? ആ പ്രക്ഷോഭത്തിന്റെ പേരാണ് സത്യാഗ്രഹം. ഓക്കെ, അപ്പൊ സത്യാഗ്രഹം എന്ന് പറയുന്ന കാര്യം ഗാന്ധിജി ആദ്യമായി കണ്ടുപിടിച്ചതാ. ഓക്കെ, അതിനു മുമ്പ് വേറെ ആരും ഇങ്ങനെ ഒരു ഐഡിയ കണ്ടുപിടിച്ചിട്ടില്ലേ? ഓക്കെ, ഒരുപാട് പേരുടെ ഒരുപാട് ഐഡിയാസ് ഉണ്ട്. പക്ഷെ ആ ഐഡിയാസ് എല്ലാം കൂട്ടിച്ചേർത്തതിന് ശേഷം ഗാന്ധിജി കണ്ടുപിടിച്ച സംഭവത്തിന്റെ പേരാണ് സത്യാഗ്രഹം എന്ന് പറയുന്നത്. സത്യാഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, സത്യം മാത്രം നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നോക്കൂ. ഓക്കെ സാർ, ഇങ്ങനെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ക്ലാസ് പോകെ ഞങ്ങൾക്ക് മനസ്സിലാവും ഗാന്ധിജി പറഞ്ഞത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സംഭവമാണ്. ആ സംഭവം കേട്ടാൽ നിങ്ങളുടെ തല എന്താവും, ആകെ വെടിച്ചു പോകും. ഓക്കെ സാർ, ഇത്രയൊക്കെ പറയാൻ സത്യാഗ്രഹത്തെ കുറിച്ച് നിങ്ങൾ ഒരുപാട് ചെറുപ്പം തൊട്ടേ കേട്ടിട്ടുള്ളതാണ്. ഓക്കെ, എന്നാൽ നിങ്ങളൊന്ന് കേട്ടു നോക്ക്, അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നതായിരിക്കും. ആ സത്യാഗ്രഹം എന്ന് പറഞ്ഞ ഐഡിയ ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ് ഗാന്ധി എന്ത് ചെയ്തത്, വികസിപ്പിച്ചെടുത്തത്. ഇനി അദ്ദേഹം ഇന്ത്യയിൽ വരണ്ടേ? ഓക്കെ, അപ്പൊ 1915 ഇന്ത്യയിൽ വന്നതിന് ശേഷം ബീഹാറിലെ ചമ്പാരനിൽ അദ്ദേഹം ഈ സത്യാഗ്രഹം എന്ന് പറഞ്ഞ ഐഡിയ എന്ത് ചെയ്തു, ആദ്യമായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു. ഓക്കെ, അങ്ങനെയെങ്കിൽ എന്താ ഇഷ്യൂ? ഇതാണ് ഗാന്ധിജി വരുന്നത്. എപ്പോ? 1915 വരുന്നത്. ഈ ഫോട്ടോയിൽ നിങ്ങൾക്ക് എന്ത് കാണാം? ഒരുപാട് പേര് ഗാന്ധിജിയെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. കറക്റ്റ് അല്ലേ? അതെ. അപ്പൊ ആ കുറെ കാലം ശേഷമല്ലേ ഗാന്ധി ഇന്ത്യയിലേക്ക് വരുന്നത്? എങ്കിൽ ഇന്ത്യയിലേക്ക് വരുന്ന ഒരു വ്യക്തിയെ കാണാൻ വേണ്ടിയിട്ട് എന്തിനാ ഇത്ര അധികം ആളുകൾ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ, ഓൾറെഡി ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഒരു ഹീറോ ആയിരുന്നു. കറക്റ്റ് അല്ലേ? അപ്പൊ ഗാന്ധി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് ഇന്ത്യയിലുള്ളവർക്ക് ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട്. എന്തുകൊണ്ടാണ് വ്യക്തമായിട്ടുള്ള ഐഡിയ ഉള്ളത്? കാരണം അദ്ദേഹം സത്യാഗ്രഹം എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സംഭവം ചെയ്യുന്നുണ്ട്. ഈ സത്യാഗ്രഹം എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന സംഭവം ഒക്കെ എന്തോ ഒരു വലിയ കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിന്റെ ഒരു ടോട്ടൽ ഐഡിയ അറിയില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഒരാള് ഒറ്റയ്ക്ക് എന്ത് ചെയ്യുന്നു, ഇത്രയും വലിയ സാമ്രാജ്യമായിട്ടുള്ള ബ്രിട്ടനുമായിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ പ്രവർത്തനം നടത്തുന്നു, കാര്യങ്ങൾ നേടിയെടുക്കുന്നു, വിജയിക്കുന്നു. അപ്പൊ ഗാന്ധിജി ഒരു ഹീറോ ആയിരുന്നു. കറക്റ്റ്. അപ്പൊ ഗാന്ധിജി എന്ത് ചെയ്തു, ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ എല്ലാവരും കൂടി സ്വീകരണം കൊടുത്തിട്ട് അദ്ദേഹത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർക്കാനും ഇവിടത്തെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുപ്പിക്കാനും ഒക്കെ ഉള്ള കാര്യങ്ങൾ എന്ത് ചെയ്തു, ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഓക്കെ, അപ്പൊ 2 PY. ഓക്കെ സാർ, ഒരു PY ഒരെണ്ണം കൂടി ഉണ്ട്. കറക്റ്റ്. ഓക്കെ, മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ വർഷം. സാർ, ഇത്ര എളുപ്പമാണ്. ഓക്കെ, നമ്മൾ പ്രധാനപ്പെട്ട PYQs എല്ലാം ചെയ്യുന്നുണ്ട്. അതിൽ എളുപ്പമുള്ളത് ഉണ്ടാവും എന്നുണ്ടാവും. എല്ലാ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ എല്ലാം നമ്മൾ ചെയ്യും. ഓക്കെ, സമാധാനം കേൾക്കുക. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് എന്ത് ചെയ്തു, ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. ആ തിരിച്ചെത്തിയ വർഷം ഏതാണ് എന്നാണ് ചോദ്യം. വർഷം നമ്പർ 1 1905, വർഷം നമ്പർ 2 1920, വർഷം നമ്പർ 3 1915. ഓക്കെ, വർഷം നമ്പർ 4 1910. ഇത്രയും വർഷമാണ് അവിടെ ഉള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വർഷം അറിയാം. എത്രയാണ്? 1915. നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഓൾറെഡി ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അടുത്തത്. താഴെ പറയുന്നവയിൽ ഏത് ദിവസമാണ് പ്രവാസി ഭാരതീയ ദിവസമായിട്ട് ആഘോഷിക്കുന്നത്? 9th ജനുവരി, 14th ജനുവരി, 14th മാർച്ച്, 3rd ജനുവരി, ജനുവരി 20. ഓക്കെ അല്ലെ? 3rd ജനുവരി 20. ഓക്കെ അല്ലെ? സോറി, അത് ജനുവരി 20. ശരി, എന്തായാലും കുഴപ്പമൊന്നുമില്ല. ആൻസർ നിങ്ങൾക്ക് അറിയാം. ആൻസർ ഏതാണ്? 9th ജനുവരിയാണ്. 9 ജനുവരിയാണ് പ്രവാസി ഭാരതീയ ദിവസമായിട്ട് ആചരിക്കുന്നത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? എങ്കിൽ ഇത്രയും നേരം പറഞ്ഞിട്ടുള്ള അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുള്ള ഐഡിയയുടെ പേരാണ് സത്യാഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം നോക്കാം, എന്താണ് സത്യാഗ്രഹം എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സത്യാഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധത എന്നാണ് അതിനെ പറയാ. എന്റെ അമ്മേ, ഭയങ്കര കട്ടിയുള്ള വാക്കുകളാണല്ലോ പറഞ്ഞിരിക്കുന്നത്. എന്താ ഈ സംഭവം? എന്താ? ഓക്കെ, സംഭവം ഞങ്ങൾക്ക് അങ്ങനെ മനസ്സിലായില്ലല്ലോ സാറേ. സിമ്പിൾ ആയ കാര്യമാണ്. ഓക്കെ, ഏതൊരു കാലാവസ്ഥയിലും മഴയായാലും വെയിലായാലും ഒക്കെ കാറ്റായാലും നിങ്ങൾ എന്ത് ചെയ്യില്ല, സത്യം വിടില്ല. എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം കഷ്ടം വന്നോട്ടെ, ഓക്കെ, എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ, നിങ്ങൾ എന്ത് ചെയ്യില്ല, സത്യം വിടില്ല. അപ്പൊ സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട അർത്ഥം എന്താ? സത്യത്തോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധത. എന്ന് വെച്ചാൽ ഏതൊരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യില്ല, സത്യം ഉപേക്ഷിക്കില്ല. ഓക്കെ, ഇത് എപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്? 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തില് ദക്ഷിണാഫ്രിക്കയില് അദ്ദേഹം ഉണ്ടാക്കിയ ഒരു തത്വമാണ് ഇത്.
അഹിംസാത്മകമായ പ്രതിരോധത്തിന്റെ ഒരു തത്വം. ഓക്കെ, അപ്പോ നിങ്ങൾ എന്നോട് ചോദിക്കും, സാർ പണ്ടേ ഞങ്ങൾക്ക് രാജാ ഹരിചന്ദ്രന്റെ കഥ അറിയാം, ചെറുപ്പം തൊട്ടേ ഇതെല്ലാം പഠിപ്പിച്ചു തന്നിട്ട് സത്യമാണ് വേണ്ടുന്നുള്ളത്. ഈ കാര്യത്തിൽ ഗാന്ധിജി എന്താ സ്വന്തമായിട്ട് ഇങ്ങനെ പറയുന്നത്? പണ്ട് തൊട്ടേ ബുദ്ധനുണ്ട്, പണ്ട് തൊട്ടേ മഹാവീരനുണ്ട്, ഇവരെല്ലാവരും അഹിംസയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ അതും ഗാന്ധിജി പറഞ്ഞ തമ്മിൽ എന്താ വ്യത്യാസം? ഓക്കെ, ഇയാളല്ലേ കുറെ നേരമായിട്ട് പറയുന്ന എന്താ ഗാന്ധി എന്തോ പുതിയതായിട്ട് എന്തോ കണ്ടുപിടിച്ചു, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, തലയൊക്കെ പോകും എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സംഭവമാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇപ്പൊ പറയുന്നത് എന്താ, സത്യത്തോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയാണ് സത്യാഗ്രഹം എന്ന് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു, സംഭവം ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ നോക്കേണ്ട കാര്യം, ഇവിടെ രണ്ട് വാക്കുണ്ട്. ഒന്നിന്റെ പേര് സത്യം, ഒന്നിന്റെ പേര് ആഗ്രഹം. ഓക്കെ, ഇതിൽ നമ്മൾ സത്യമേ നോക്കിയിട്ടുള്ളൂ സുഹൃത്തുക്കളെ, നമ്മൾ ഏത് നോക്കിയിട്ടില്ല, ആഗ്രഹം നോക്കിയിട്ടില്ല. അപ്പൊ നമുക്ക് എങ്ങോട്ട് പോകാം? ആഗ്രഹം നോക്കാൻ വേണ്ടി പോകാം. ശരി, ഓക്കെ. അപ്പൊ സത്യാഗ്രഹം എന്ന് പറയുന്ന വാക്കിന് രണ്ട് മീനിങ് ഉണ്ട്. ഒന്ന് സത്യം, രണ്ട് ആഗ്രഹം. സോറി, രണ്ട് മീനിങ് അല്ല, രണ്ട് സംസ്കൃത പദങ്ങളിൽ നിന്നാണ് ഈ സത്യാഗ്രഹം എന്ന് പറയുന്ന വാക്ക് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്തത്? ഇന്ത്യൻ സമൂഹത്തിന് ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, എങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഇന്ത്യക്കാരെ സ്വാതന്ത്ര്യം വാങ്ങണം. സ്വാതന്ത്ര്യം എങ്ങനെയാ വാങ്ങാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗാന്ധിജിയുടെ കയ്യിൽ ഒറ്റ വാക്കുണ്ട്. സോ ഒറ്റ വാക്കുകൊണ്ട് സ്വാതന്ത്ര്യം വാങ്ങാൻ പറ്റുമോ? പറ്റും. വാക്കിന്റെ പേരെന്താ സുഹൃത്തുക്കളെ? വാക്കിന്റെ പേരാണ് എന്ത്? സത്യാഗ്രഹം. ആ വാക്ക് നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാം? രണ്ടായി ഡിവൈഡ് ചെയ്യാം. ഡിവിഷൻ നമ്പർ 1 സത്യം, ഡിവിഷൻ നമ്പർ 2 ആഗ്രഹം. സത്യം നമ്മൾ നോക്കി. ഓക്കെ, കാറ്റത്താടി കാറ്റാടി എന്ന് വെച്ചാൽ എന്താ, ഒരു എന്ത് സിറ്റുവേഷൻ വന്നാലും നമ്മൾ സത്യത്തിൽ നിന്ന് എന്ത് ചെയ്യില്ല, മാറില്ല. രണ്ടാമത്തെ കാര്യമാണ് ആഗ്രഹം. ഓക്കെ, എന്ന് വെച്ചാൽ സത്യാഗ്രഹത്തിന്റെ അടിസ്ഥാനം എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയാൻ പോകുന്നതാണ്, ആഗ്രഹത്തെ കീഴടക്കണം. ഓക്കെ, ആഗ്രഹത്തെ കീഴടക്കണം എന്ന് വെച്ചാൽ നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവാൻ പറ്റില്ലെന്നാണോ? അതെ മക്കളെ, അതെ. നിങ്ങളൊരു സത്യാഗ്രഹം ചെയ്യുന്ന സത്യാഗ്രഹിയാണെന്ന് വിചാരിക്കൂ. ഓക്കെ, ഒന്ന്, നിങ്ങൾ ഹോട്ടലിൽ പോവുകയില്ല. രണ്ടാമത്തെ, നിങ്ങൾ ഹോട്ടലിൽ പോയാലും ഓക്കെ, നിങ്ങൾക്ക് എന്താണ് ഭക്ഷണം വേണ്ടത്? ബിരിയാണി വേണോ? വേണ്ട. കുഴിമന്തി വേണോ? വേണ്ട. ഓക്കെ, ഒരു ചോറും 4 കൂട്ടം കറിയും സാമ്പാറും വേണോ? വേണ്ട. എന്താ നിങ്ങൾ കഴിക്കുക? കഞ്ഞി. ഓക്കെ, കഞ്ഞിയുടെ കൂടെ എന്താ കഴിക്കുക? ചമ്മന്തി. വീട്ടിന്റെ പുറത്ത് എന്തുണ്ട്? തക്കാളി ഉണ്ട്. ഓക്കെ, പച്ചമുളക് നമ്മൾ ഉണ്ടാക്കിയതുണ്ട്, പുറത്തുനിന്ന് വാങ്ങിയതല്ല കേട്ടോ. ഓക്കെ, അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും? ഒരു കറി ഉണ്ടാക്കി കഴിക്കുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഓക്കെ, ഇന്നത്തെ കാലത്ത് കാണുന്ന പോലെ യൂട്യൂബിൽ വീഡിയോയും എന്താ മീംസും ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടാവും? ഒന്നും ഉണ്ടാവില്ല. 4 പേരെ വിളിക്കുന്നു, രജിസ്റ്റർ ഓഫീസിൽ പോകുന്നു, കല്യാണം കഴിക്കുന്നു, കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലി വേണോ? വേണ്ട. സാർ ഗവൺമെന്റ് ജോലി വേണ്ടെങ്കിൽ ഞങ്ങൾ ഈ പഠിക്കുന്നതൊക്കെ എന്തിനാ? ഗാന്ധിജിയുടെ ആഗ്രഹമാണെങ്കിൽ ഗവൺമെന്റ് ജോലി ഉണ്ടാവില്ല, ഗവൺമെന്റ് ഉണ്ടാവില്ല മക്കളെ. ഓക്കെ, അപ്പൊ ആരാ സാർ ഉണ്ടാവുക? ഒരു ഗ്രാമമാണ് ഉണ്ടാവുക. ശരി, ഓക്കെ. നിങ്ങൾ എങ്ങനെയാ ജീവിക്കുക? പ്രകൃതിയുമായി ബന്ധപ്പെട്ട രീതിയിലാണ് ജീവിക്കുക. ഓ, ഓക്കെ. സാർ ഇങ്ങനെ ജീവിക്കണം നോക്കി കഴിഞ്ഞാൽ ആരെങ്കിലും ഇങ്ങനെ ജീവിക്കുവോ? ഓക്കെ, സാർ ജീവിക്കുന്ന ആളുകൾ ഉണ്ടാവും, പക്ഷെ എല്ലാവർക്കും ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഒരു സത്യാഗ്രഹി ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പരിപാടിയാണോ? അല്ല. സത്യാഗ്രഹി ആവാൻ വേണ്ടി രണ്ട് ക്വാളിറ്റി നിങ്ങളുടെ കയ്യിൽ വേണം. ഒന്നാമത്തെ ക്വാളിറ്റി, നിങ്ങൾ എപ്പോഴും സത്യത്തോടൊപ്പം നിൽക്കണം. രണ്ടാമത്തെ ക്വാളിറ്റി, നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തെ എന്ത് ചെയ്യണം? കീഴടക്കണം. ഓക്കെ, അത് കീഴടക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ ഒരു സത്യാഗ്രഹി ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് കുറച്ചൊക്കെ കാര്യങ്ങളുണ്ട്. ഒന്ന്, അഹിംസയായിരിക്കണം ഉണ്ടാവേണ്ടത്. സമാധാനം. ഓക്കെ, നമ്മളെല്ലാവരും സമാധാനത്തിന് തൂവൽ പറവുകളായിരിക്കും. രണ്ടാമത്തെ, സമഗ്രത. നമ്മൾ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യുന്ന ആളുകളായിരിക്കും. അടുത്തത്, വെറുപ്പില്ലാതെ അനീതിയെ നേരിടാനുള്ള ധൈര്യം. ഓക്കെ, എന്ന് വെച്ചാൽ എന്താ, ഒരാൾ നിങ്ങളെ അടിക്കുന്നു, എവിടെ? നിങ്ങളുടെ വലത് ചെവി. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ ഇടത് കവള് കാണിച്ചു കൊടുത്ത് എന്ത് പറയുന്നു? അടിച്ചോളൂ മോനെ, അടിച്ചോളൂ എന്ന് പറയുന്നു. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ അനീതി കണ്ടു, നമ്മൾ ഇപ്പോഴത്തെ പോലെ വിജയും എന്താ രജനീകാന്തും ഒക്കെ ചെയ്യുന്ന പോലെ ഉടനെ കയറി അതിനെ ചോദ്യം ചെയ്യുകയോ, അതിനെ ചോദ്യം ചെയ്യല്ലോ, സോറി, ഉടനെ കയറി അതിനെ ഇടിക്കുകയോ അടിക്കുകയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എന്ത് ചെയ്യുക? സുഹൃത്തെ, എന്നെ അടിക്കൂ, ഓക്കെ, അവരെ വെറുതെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? അനീതിയെ നേരിടാനുള്ള ധൈര്യം വെറുപ്പില്ലാതെ നമ്മൾ ചെയ്യാൻ പറ്റും. അടുത്ത എന്താ? സ്നേഹം. ഓക്കെ, സ്നേഹമാണ് അഖില സാഗരം ഈ മൂഴിയിൽ, കവിവചനം. അപ്പൊ സ്നേഹം എന്ത് ചെയ്യണം? ഉണ്ടായിരിക്കണം. അടുത്താണ് എന്ത്? സ്വയം സഹനം. ഓക്കെ, മറ്റുള്ളവർക്ക് ഒരു പ്രശ്നമുണ്ട്, നമ്മൾ എന്ത് ചെയ്യും? സ്വയം നമ്മളത് എടുത്തിട്ട്, അവരുടെ പ്രശ്നം നമ്മൾ എടുത്തിട്ട് അവരെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും? എന്താ പറയാ, ഫ്രീഡം ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇപ്പൊ ഒരാൾക്ക് ഒരു പ്രോബ്ലം ഉണ്ട്. ഓക്കെ, എന്താണ് ആ പ്രോബ്ലം എന്ന് പറയുന്നത്? അവരുടെ കയ്യിൽ പൈസ ഇല്ല. നമ്മൾ ഉള്ള പൈസ മുഴുവൻ ആർക്ക് കൊടുക്കും? അവർക്ക് കൊടുക്കും.
എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സ്വയമായിട്ട് കഷ്ടപ്പെട്ട് ജീവിക്കാൻ വേണ്ടി നോക്കും. ഓക്കെ, നമ്മുടെ കയ്യിൽ ഒരു നേരത്തിനുള്ള അരി ചോറ് വെക്കാനുള്ള അരിയേ ഉള്ളൂ. അപ്പോഴാണ് ഒരാൾ നമ്മുടെ അടുത്ത് വന്നിട്ട് അയ്യോ ഞാൻ ഭക്ഷണം കഴിച്ചില്ല എന്ന് പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സ്വയം സഹനം നടത്തും. എന്നിട്ട് ഈ അരി ആർക്ക് കൊടുക്കും? ആ വ്യക്തിക്ക് കൊടുക്കും. ഓക്കെ, അപ്പൊ ഇത് കാണുന്ന നിങ്ങൾ എല്ലാവരും എന്റെ സാർ ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. ഓക്കെ, അതന്നെ എനിക്കും പറയാം. ഇതെല്ലാവരും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എന്നിട്ടും ഗാന്ധിജി ഒരു പരിധി വരെ ഒരുപാട് പേരെ സത്യാഗ്രഹത്തിലേക്ക് കൊണ്ടുവരികയും അവരെ എല്ലാം ത്യജിക്കാൻ വേണ്ടി പറയുകയും സത്യാഗ്രഹി ആക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗാന്ധിജിയുടെ വലിയൊരു വിജയമല്ലേ? ഓക്കെ, ഈ രീതിയിലല്ലേ ഗാന്ധിജി എന്ത് ചെയ്തത്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യമായി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. മനസ്സിലായ? ഓക്കെ, അപ്പൊ രണ്ട് കാര്യം പറഞ്ഞിട്ടുള്ളൂ. സത്യാഗ്രഹത്തിൽ എത്ര വാക്കുണ്ട്? 2 വാക്ക്. ഒന്ന് സത്യം, ഒന്ന് ആഗ്രഹം. ഓക്കെ, സത്യം സത്യം നമുക്ക് മനസ്സിലായി, ആഗ്രഹവും നമുക്ക് മനസ്സിലായി. അത് നേടിയെടുക്കണമെങ്കിൽ നമ്മുടെ വഴികളുണ്ട്. നമ്മൾ എങ്ങനെ ജീവിക്കണം? 1 അഹിംസ, 2 സമഗ്രത, 3 വെറുപ്പില്ലാതെ അനീതിയെ നേരിടാനുള്ള ധൈര്യം, 4 സത്യം, 5 സ്നേഹം, 6 സ്വയം സഹനം. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും? നമ്മൾ ഒരു സത്യാഗ്രഹിയായി മാറുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾ ഒരു സത്യാഗ്രഹിയായി മാറി. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക സാറേ? നമ്മൾ ഒരു ഗ്രാമത്തിൽ ജീവിക്കും. ആ ഗ്രാമം സ്വതന്ത്രമായിരിക്കും. അതിന്റെ പേരാണ് ഗ്രാമ സ്വരാജ്. നിങ്ങൾ എവിടെയൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് കണക്ഷൻ മനസ്സിലായി. അതന്നെ എനിക്കും പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഐഡിയ സത്യാഗ്രഹം. സത്യാഗ്രഹത്തിന്റെ ഐഡിയ ഫോളോ ചെയ്യുന്ന ആളെ വിളിക്കുന്ന പേര് സത്യാഗ്രഹി. ഓക്കെ, ഈ സത്യാഗ്രഹിയായിട്ടുള്ള വ്യക്തികൾ കൂടിയിരിക്കുന്ന സ്ഥലത്തിന്റെ പേര് ഗ്രാമം. ആ ഗ്രാമം എങ്ങനെയായിരിക്കും? സ്വതന്ത്രമായിരിക്കും. എങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഗ്രാമ സ്വരാജ്. ഫാന്റാസ്റ്റിക്. ഓക്കെ, എങ്കിൽ ഈ സത്യാഗ്രഹി എന്ത് ചെയ്യുന്നു? സത്യം കൊണ്ട് അനീതിയെ നേടുന്നു. ഇയാൾ നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് വിളിക്കുന്നു? ഗ്രാമം എന്ന് വിളിക്കുന്നു. ഈ ഗ്രാമം എങ്ങനെയായിരിക്കും? വികേന്ദ്രീകൃതമായിരിക്കും. വികേന്ദ്രീകൃതം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികാരങ്ങൾ മുഴുവൻ ആരുടെ കയ്യിലായിരിക്കും? ഗ്രാമത്തിന്റെ കയ്യിലായിരിക്കും. സ്വയം പര്യാപ്തമായിരിക്കും. ഒരു ഗ്രാമത്തിൽ ആളുകൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എവിടെ തന്നെ ഉണ്ടാവും? ആ ഗ്രാമത്തിൽ തന്നെ ഉണ്ടാവും. അതെങ്ങനെയാ സാറേ ഉണ്ടാവുക? എനിക്ക് വേണ്ടത് ഐഫോൺ ആണ്. മക്കളെ കാര്യം മറക്കരുത്. എന്താ ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂൾ എന്താ? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂളിന്റെ പേരാണ് നിങ്ങൾ എന്ത് ചെയ്യരുത്? ആഗ്രഹങ്ങളെ കൺട്രോൾ ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ഐഫോൺ വേണ? വേണ്ട. ഓക്കെ, നിങ്ങൾക്ക് ഫോൺ വേണ? ഫോണേ വേണ്ട. ഓക്കെ, എങ്കിൽ സ്വയം പര്യാപ്തം ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഓക്കെ, ഇനി പിസ്സ ബർഗർ ഇറക്കുമതി ചെയ്യണ? വേണ്ട. ഓക്കെ, ബിരിയാണി ഉണ്ടാക്കണ? വേണ്ട. എന്തുണ്ടാക്കിയാൽ മതി? കഞ്ഞി ഉണ്ടാക്കിയാൽ മതി. കഞ്ഞി ഉണ്ടാക്കാനുള്ള എല്ലാ സാധനവും അവിടെ തന്നെ ഉണ്ടാവില്ലേ? അപ്പൊ ഗ്രാമം എന്തായിരിക്കും? സ്വയം പര്യാപ്തമായിരിക്കും. സ്വയം ഭരണമായിരിക്കും. എന്ന് വെച്ചാൽ ഗ്രാമം ആരാ ഭരിക്കാൻ പോണത്? ഗ്രാമത്തിലുള്ള ആളുകൾ തന്നെയാണ്. സത്യാഗ്രഹികൾ തന്നെയാണ് എന്ത് ചെയ്യുക? ഗ്രാമത്തെ ഭരിക്കുക. അങ്ങനെയുള്ള ഒരു ഇന്ത്യയാണ് ഗാന്ധിജി എന്ത് ചെയ്തത്? സ്വപ്നം കണ്ടത്. അപ്പൊ ഗാന്ധി സ്വപ്നം കണ്ട കിണാശ്ശേരി എങ്ങനെയുള്ളതായിരുന്നു? 1 വികേന്ദ്രീകൃതമായിരുന്നു. രണ്ടാമത്തെ എന്താ? സ്വയം പര്യാപ്തമായിരുന്നു. മൂന്നാമത്തെ എന്താ? സ്വയം ഭരണമായിരുന്നു. ഓക്കെ, ഇതൊക്കെ നടക്കണമെങ്കിൽ എന്ത് നടക്കണം സാറേ? ആഗ്രഹങ്ങൾ ത്യജിക്കണം. അപ്പൊ ഓരോ ഗ്രാമവും അവിടെ സ്വന്തം ആവശ്യം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സ്വതന്ത്ര യൂണിറ്റ് ആയിട്ട് എന്ത് ചെയ്യും? പ്രവർത്തിക്കുന്നതായിരിക്കും. ഓക്കെ, ഇപ്പൊ ഗാന്ധിജിയുടെ സത്യാഗ്രഹം, സത്യാഗ്രഹി, ഗ്രാമസ്വരാജ് എന്നീ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊരു ഐഡിയ കിട്ടിയില്ലേ? ഓക്കെ, അത്രയും കിട്ടിയല്ലോ. ഓക്കെ, ഇപ്പൊ തന്നെ തലയിൽ എന്തൊക്കെയോ വന്നില്ലേ? അതെ. ഓക്കെ, കഴിഞ്ഞിട്ടില്ല മക്കളെ, കഴിഞ്ഞിട്ടില്ല. ഇനിയാണ് സാറേ ഉള്ളത്? ദാ കിടക്കുന്നു ഇൻഡിവിജ്വൽ. ഓക്കെ, ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ച് ഗാന്ധിജി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സാർ ഇങ്ങനെ സർക്കിൾ വരച്ച് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഗാന്ധിജിയുടെ കാര്യം ഒന്നാമത്തെ ആള് ഇൻഡിവിജ്വൽ. ഇൻഡിവിജ്വൽ എന്ന് വെച്ചാൽ എന്താ? വ്യക്തി. ആരാണ് വ്യക്തി? സത്യാഗ്രഹിയാണ് വ്യക്തി. സത്യാഗ്രഹികൾ ചേർന്ന് എന്തുണ്ടാവുന്നു? വില്ലേജ് ഉണ്ടാവും. വില്ലേജ് ചേർന്ന് എന്തുണ്ടാവുന്നു? താലൂക്ക് ഉണ്ടാവും. താലൂക്ക് ചേർന്ന് എന്തുണ്ടാവുന്നു? ജില്ല ഉണ്ടാവും. ജില്ല ചേർന്ന് എന്തുണ്ടാവുന്നു? പ്രൊവിൻസ് അല്ലെങ്കിൽ പ്രവിശ്യ ഉണ്ടാവും. പ്രവിശ്യ ചേർന്ന് എന്തുണ്ടാവുന്നു? കേന്ദ്രം ഉണ്ടാവുന്നു. സാർ എന്താ ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ വില്ലേജ്, ബ്ലോക്ക്, ജില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഓക്കെ, സുഹൃത്തുക്കൾ വന്നാൽ ശ്രദ്ധിക്കുക. ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജിന്റെ അടിസ്ഥാനം ആരാ? ഗ്രാമം. ഗ്രാമം സ്വയം പര്യാപ്തമാണോ? അതെ. ഗ്രാമത്തിലുള്ള ആളുകൾക്ക് പുറത്തു നിന്നെങ്കിൽ ആവശ്യമുണ്ടോ? ഇല്ല. ഓക്കെ, എങ്കിൽ
ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് വന്നു കഴിഞ്ഞാൽ അല്ല ഏറ്റവും അടിസ്ഥാനം ആരാ? വില്ലേജ് ആണ്. വില്ലേജ് ചേർന്നിട്ടാണോ ബാക്കിയെല്ലാം ഉണ്ടാവുന്നത്? അതെ. വില്ലേജ് സ്വയം പര്യാപ്തമാണോ? അതെ. എങ്കിൽ ഇപ്പുള്ള പോലെ കേന്ദ്ര ഗവൺമെന്റ് എന്തെങ്കിലും കാര്യത്തിൽ വില്ലേജിൽ ഇടപെടേണ്ട കാര്യമുണ്ടോ? ഇല്ല. സംസ്ഥാന ഗവൺമെന്റ് എന്തെങ്കിലും കാര്യത്തിൽ വില്ലേജിൽ ഇടപെടേണ്ട കാര്യമുണ്ടോ? ഇല്ല. എങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് വേണ? വേണ്ട. സംസ്ഥാന ഗവൺമെന്റ് വേണ? വേണ്ട. എവിടേക്കാണ് ഇയാൾ ഈ പറഞ്ഞു പോകുന്നത്? സിമ്പിൾ ആണ് കേട്ടോ. ഓക്കെ. ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് വന്നു കഴിഞ്ഞാൽ ഓക്കെ ഗ്രാമം മാത്രമേ ഉണ്ടാവുള്ളൂ, സംസ്ഥാനവും ഇല്ല, എന്താ പറയാ എന്താ പേര്, കേന്ദ്രവുമില്ല. അപ്പൊ നിങ്ങൾ പുസ്തകത്താളുകളിൽ നിന്ന് പഠിച്ച ഇന്ത്യ എവിടെ പോയി? ഇല്ല. ഇന്ത്യ ഇല്ല. ഓക്കെ. കേരളവും ഇല്ല. അങ്ങനെ ഒരു സംവിധാനം ഇല്ല. എന്തു മാത്രമേ ഉള്ളൂ? ഗ്രാമം അല്ലെങ്കിൽ പഞ്ചായത്ത്, അത് മാത്രമേ ഉള്ളൂ. ഓക്കെ. നിങ്ങൾ അനാലിസ് നോക്കിയേ, നിങ്ങളൊരു പഞ്ചായത്ത് സ്വയം പര്യാപ്തം, നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടുത്തെ പഞ്ചായത്ത് സ്വയം പര്യാപ്തം, തൊട്ടടുത്ത പഞ്ചായത്ത് സ്വയം പര്യാപ്തം, ഇതൊരു യൂണിറ്റ് അതൊരു യൂണിറ്റ്, സെപ്പറേറ്റ് ആണ് നിൽക്കുന്നത്. ഓക്കെ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് കാണുന്ന ഇന്ത്യ എന്ന് പറഞ്ഞ സെറ്റപ്പേ ഇല്ല. ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ ചെയ്യാവോ? ഗാന്ധിജി അത് പറഞ്ഞു. എങ്കിൽ ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് സങ്കല്പത്തിൽ എന്തുണ്ടാവില്ല? രാഷ്ട്രീയം. ഗ്രാമങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി ഗ്രാമത്തിൽ വ്യവസായം വരുമോ? ഇല്ല. സാർ വ്യവസായം വന്നില്ലെങ്കിൽ നിങ്ങളിപ്പോ പഠിക്കുന്ന LDC ബെപ്കോ അല്ലെങ്കിൽ LDC എന്താ ഖാദി ബോർഡ് അല്ലെങ്കിൽ എന്താ KSFE എന്താ അസിസ്റ്റന്റ് എക്സാം, ഇതൊക്കെ എന്തിനാ കാര്യമുള്ളത്? ഒരു കാര്യമില്ലല്ലോ. ഓക്കെ. വ്യവസായം വന്നാലല്ലേ ഇതിനൊക്കെ കാര്യമുള്ളത്. പിന്നെ നിങ്ങൾ എങ്ങനെ പോയിട്ട് KSFE വർക്ക് ചെയ്യാ? നിങ്ങൾ തന്നെ പറ. ഓക്കെ. അപ്പൊ ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് വന്നു കഴിഞ്ഞാൽ വ്യവസായവൽക്കരണം ഉണ്ടാ? ഇല്ല. യന്ത്രവൽക്കരണം ഉണ്ടാ? ഇല്ല. അങ്ങനെയാണെങ്കിൽ TCS കമ്പനി ഉണ്ടാ? കമ്പ്യൂട്ടർ ഉണ്ടാ? ഓക്കെ. അപ്പൊ നിങ്ങൾ ഗാന്ധിജിയുടെ പാത ഫോളോ ചെയ്യുന്ന ആളാണ് എങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടർ വരുമ്പോ എന്താ പറയാ? വേണ്ട വേണ്ട കമ്പ്യൂട്ടർ എന്നല്ലേ പറയുള്ളൂ. ഓക്കെ. അല്ലാതെ കമ്പ്യൂട്ടർ വേണമെന്ന് പറയോ? ഇല്ല. അപ്പൊ ഗാന്ധിജി എന്ന് പറയുന്ന വ്യക്തി വ്യവസായവൽക്കരണത്തിനെതിരായിരുന്നോ? അതെ. യന്ത്രവൽക്കരണത്തിനെതിരായിരുന്നോ? അതെ. എങ്കിൽ കാണുന്ന ചിലർക്കെങ്കിലും ഡൗട്ട് മാറാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നുണ്ട്, നന്നായിട്ട് കേൾക്കുക. എന്താണ് വ്യവസായവൽക്കരണവും യന്ത്രവൽക്കരണവും വേണ്ട എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താ? ആഗ്രഹങ്ങൾ കുറവായിരിക്കും. ആഗ്രഹങ്ങൾ കുറവാണെങ്കിൽ എന്തിനാ മക്കളെ വ്യവസായം? എന്തിനാ മക്കളെ യന്ത്രവൽക്കരണം? വേണ്ടല്ലോ. ഗ്രാമങ്ങൾ എന്തായിരിക്കും? പ്രകൃതിയുമായിട്ട് അടുത്ത ബന്ധം ഉണ്ടായിരിക്കും. അതായത് എന്റെ ഗ്രാമത്തിലുള്ളത് മാങ്ങയാണെങ്കിൽ ഞാൻ ഡെയിലി എന്താ കഴിക്കുള്ളൂ? മാങ്ങ കൊണ്ടുള്ള കറിയെ കഴിക്കുള്ളൂ. പ്രകൃതിയും മനുഷ്യനും തമ്മിൽ അടിസ്ഥാന ബന്ധം ഉണ്ടാവും. ഓക്കെ. പ്രകൃതിക്കെതിരെ നമ്മൾ എന്ത് ചെയ്യില്ല? ഒന്നും ചെയ്യില്ല. അപ്പൊ എന്റെ ചോദ്യം, വ്യവസായവൽക്കരണവും യന്ത്രവൽക്കരണവും വന്ന കാട് വെട്ടേണ്ടി വരും. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ ഗാന്ധി അതിനെതിരല്ലേ? അതെ. അപ്പൊ പ്രകൃതിക്ക് നിരക്കാത്തത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്തില്ല? വ്യവസായവൽക്കരണവും ഇല്ല, യന്ത്രവൽക്കരണവും ഇല്ല. ഇപ്പൊ മനസ്സിലായ ഗാന്ധിയുടെ സത്യാഗ്രഹം എന്താന്നുള്ളത്? ഓക്കെ. ഇതൊരു ചെറിയ സംഭവം അല്ലല്ലോ. ഓക്കെ. സത്യാഗ്രഹി ആരാന്ന് മനസ്സിലായ? എടുത്തോ പിടിച്ചോ എന്നുകൊണ്ട് ഒരാൾക്ക് സത്യാഗ്രഹി ആവാൻ പറ്റുമോ? ഇല്ല. ഗാന്ധിയുടെ ഗ്രാമസ്വരാന്ത് മനസ്സിലായ? ഓക്കെ അല്ലെ? ഇത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഭയങ്കര സംഭവം അല്ലേ? അതെ. ഇതൊക്കെ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാന്ന് പറഞ്ഞ ബുദ്ധിമുട്ടല്ലേ? അതെ. എന്നിട്ടും ഗാന്ധിജി ഓക്കെ ആളുകൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഇതെല്ലാം പറഞ്ഞ് ആളുകളെ സത്യാഗ്രഹിയാക്കി. ഓക്കെ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ വെറുതെ അല്ല ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത്. ഇങ്ങനെ ഒരു വ്യക്തി ജീവിച്ചിരുന്നു എന്ന് പിന്നീട് വരുന്ന കാലഘട്ടത്തിൽ എന്ത് ചെയ്യില്ല? ആളുകൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ? ഈ സംഭവം. ഓക്കെ. എങ്കിൽ ഇതൊക്കെ എവിടെയാണ് ഗാന്ധിജി പറഞ്ഞത്? ഞങ്ങളൊന്നും കേട്ടിട്ടില്ലല്ലോ. ഓക്കെ. നിങ്ങൾ കുറെ പേര് കേട്ടിട്ടുണ്ടാവും. ഞാൻ ക്ലാസ്സിന് പറഞ്ഞതാണ്. 1909 ഗാന്ധി ഒരു പുസ്തകം എഴുതി. പുസ്തകത്തിന്റെ പേരാണ് ഹിന്ദു സ്വരാജ് അല്ലെങ്കിൽ ഇന്ത്യൻ ഹോം റൂൾ എന്നാണ് പുസ്തകത്തിന്റെ പേര്. ഓക്കെ. വർഷം എപ്പോഴാ? 1909 കേട്ടോ. അപ്പൊ ഗാന്ധി എപ്പോഴാ ഇന്ത്യയിലേക്ക് വന്നത്? 1915. 1915 ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഗാന്ധി എഴുതിയിട്ടുണ്ട് ഇന്ത്യ എങ്ങനെയായിരിക്കണം സ്വാതന്ത്ര്യം നേടേണ്ടത്. സ്വാതന്ത്ര്യം നേടേണ്ടതെന്ന് മാത്രമല്ല എഴുതിയിരിക്കുന്നത്. ഓക്കെ. വേറെന്താ എഴുതിയിരിക്കുന്നത്? ഇനി എങ്ങനെയാണ് എന്ത് ചെയ്യുക ആളുകൾ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ജീവിക്കേണ്ടത് എന്നത് കൂടി ആര് എഴുതിയിട്ടുണ്ട്? ഗാന്ധിജി എഴുതി. മനസ്സിലായ? ഓക്കെ. എങ്കിൽ അപ്പോ വേറൊരു പുള്ളിയുടെ പേരാണ് ശ്രീ ശങ്കരൻ നായർ. അപ്പൊ ശ്രീ ശങ്കരൻ നായർ പറഞ്ഞു ഓക്കെ ഈ ഐഡിയ വന്നാൽ ശരിയാവില്ല. എന്താ? ഇന്ത്യയും ഇല്ല, കേരളവും ഇല്ല, ഗ്രാമം മാത്രം ഇരുന്നിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുക? ലോകം മുഴുവൻ ഇങ്ങനെയാ. ഓക്കെ. എങ്കിൽ അവിടെ എന്ത് വരും? അനാർക്കി ഉണ്ടാവും. അവിടെ എന്ത് വരും? ആക്ച്വലി അരാജകത്വം ഉണ്ടാവും. ആരാണ് നേതാവെന്ന് അറിയില്ല. എപ്പോ വേണമെങ്കിലും പ്രശ്നം വരാം. ഒരു രാജ്യം സ്വസ്ഥവും എന്താ പറയാ സമാധാനപരമായി ഇരിക്കണമെങ്കിൽ സെൻട്രലൈസ് ആയിട്ടുള്ള ഒരു കൺട്രോൾ വേണം. സെൻട്രലൈസ് ആയിട്ടുള്ള കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേന്ദ്രം വേണം.
അതിന് താഴെ സംസ്ഥാനങ്ങൾ വേണം. ഇതാണ് ലോകത്ത് എല്ലാവിടെയും ഉണ്ടായിരിക്കുന്നത്. ഇതൊന്നും വേണ്ട, ഗ്രാമം മാത്രം മതി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക എന്ന് ആര് പറഞ്ഞു? ശ്രീ ശങ്കരൻ നായർ പറഞ്ഞു. അതെവിടെയാ പറഞ്ഞത്? അതും ഒരു ബുക്കിലാണ് പറഞ്ഞത്. ഓക്കെ, ബുക്കിന്റെ പേരെന്താ? ഗാന്ധിജിയും അരാജകത്വവും, അതായത് അനാർക്കി ആൻഡ് ഗാന്ധിജി എന്നാണ് പുസ്തകം. ഓക്കെ, എപ്പോഴാണ് പ്രസിദ്ധീകരിച്ച്? 1922 പ്രസിദ്ധീകരിച്ചത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻസിലൂടെ റിവൈസ് ചെയ്താലോ? ചെയ്യാം. ഓക്കെ, താഴെ പറയുന്നവയിൽ ഗാന്ധിയൻ തത്വങ്ങളുമായി ബന്ധമില്ലാത്തത് ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ 1, ആഗ്രഹങ്ങളെ സ്വയം നിയന്ത്രിക്കൽ. ഓക്കെ, ഇല്ല മക്കളെ, ആഗ്രഹങ്ങളെ നിയന്ത്രിച്ചാലല്ലേ ഗാന്ധിജി പറഞ്ഞ കാര്യം നടക്കുള്ളൂ? അതെ. എങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണോ? അതെ. സ്റ്റേറ്റ്മെന്റ് 2, സ്വയം പര്യാപ്ത ഗ്രാമങ്ങളുടെ വികസനം. ഓക്കെ, അപ്പൊ എന്റെ ചോദ്യം, ഗ്രാമങ്ങൾ സ്വയം പര്യാപ്തമായിരിക്കുമോ? അതായത് ഗ്രാമത്തിലുള്ള ആളുകൾക്ക് എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് കിട്ടുമോ? ഉറപ്പായിട്ടും കിട്ടും. എന്തുകൊണ്ടാ? മോളി പറഞ്ഞത്, ആഗ്രഹങ്ങൾ കുറവായിരിക്കും. നമ്പർ 3, മനുഷ്യനും പ്രകൃതിയുമായുള്ള ബന്ധം ഉണ്ടാവില്ലേ? പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിലല്ലേ മനുഷ്യൻ ജീവിക്കുള്ളൂ. ഓക്കെ, എങ്കിൽ അത് ശരിയല്ലേ? നമ്പർ 4, യന്ത്രവൽക്കരണവും സ്വകാര്യ ഉടമസ്ഥതയും. ഓക്കെ, അവ ഗാന്ധിജിയുടെ തത്വങ്ങളിൽ യന്ത്രവൽക്കരണം ഉണ്ടാവോ? ഇല്ല. ഓക്കെ, സ്വകാര്യ ഉടമസ്ഥത ഉണ്ടാവോ? ഇല്ല. എല്ലാം എന്തായിരിക്കും? പൊതുവായിരിക്കും. ഓക്കെ, അപ്പൊ ഗാന്ധിയൻ തത്വമാണെങ്കിൽ ഇവിടെ അംബാനി ഉണ്ടാ? ഇല്ല. ഇലോൺ മസ്ക് ഉണ്ടാ? ഇല്ല. ബിൽ ഗേറ്റ്സ് ഉണ്ടാ? ഇല്ല. പിന്നെ ആരാ ഉള്ളത്? സത്യാഗ്രഹികൾ മാത്രമേ ഉണ്ടാവൂ. അപ്പൊ നമ്പർ 4, ഗാന്ധിയൻ തത്വമായിട്ട് എന്ത് ചെയ്യുന്നില്ല? ബന്ധപ്പെടുന്നില്ല. യന്ത്രവൽക്കരണവും സ്വകാര്യ ഉടമസ്ഥതയും. അടുത്താണ്, ഗാന്ധിജിയുടെ സത്യാഗ്രഹ ആശയത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ ഇവയിൽ ഏതാണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ 1, സ്വയം സഹനം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം ത്യജിക്കണം, ആഗ്രഹങ്ങൾ ത്യജിക്കണം. നമ്പർ 2, അക്രമരാഹിത്യം. ഒരു കവിളിൽ അടിച്ചാൽ അടുത്ത കവിള് കാണിച്ചു കൊടുക്കണം. ഓക്കെ, അക്രമരാഹിത്യം. അഹിംസ, എപ്പോഴും സമാധാനത്തിന്റെ പാതയിലേ പോവുള്ളൂ. 4, സ്നേഹം. സ്വന്തം ശത്രുവിനെ, ലവ് യുവർ എനിമി, സ്വന്തം ശത്രുവിനെ കൂടി എന്ത് ചെയ്യണം? സ്നേഹിക്കണം. ഓക്കെ, എങ്കിൽ ഇതിലുള്ള എല്ലാ കാര്യങ്ങളും ഗാന്ധിയുടെ സത്യാഗ്രഹം എന്ന് പറയുന്ന ആശയത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ വരുന്നതല്ലേ? അതെ. അങ്ങനെ വരുന്നതാണെങ്കിൽ ഓപ്ഷൻ ഏതാണ് സുഹൃത്തുക്കളെ? ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ആയിട്ട് വരാൻ വേണ്ടി പോകുന്നത്. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? അതെ. ഓക്കെ, എങ്കിൽ 2 ചെറിയ ക്വസ്റ്റ്യൻ. ഗാന്ധിജിയും അരാജകത്വവും എന്ന പുസ്തകം എഴുതിയത് ആരാണ്? 1, ശ്രീ ശങ്കരൻ നായർ. 2, ഗോപാലകൃഷ്ണ ഗോഖലെ. 3, വിൻസ്റ്റൺ ചർച്ചിൽ. 4, ഇർവിൻ പ്രഭു. ആരാണ് ആ വ്യക്തി? ശ്രീ ശങ്കരൻ നായരാണ്. അപ്പൊ എന്റെ കൂടെ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ പറഞ്ഞ വർഷം എപ്പോഴായിരുന്നു? 1922. ഓക്കെ, അടുത്തത്, ഈ ബുക്കാണ് ഹിന്ദു സ്വരാജ്. ഓക്കെ അല്ലെ? അപ്പൊ ഹിന്ദു സ്വരാജ് ആരെഴുതിയതാണ്? ഗാന്ധിജി എഴുതിയതാണ്. എപ്പോഴാണ് എഴുതിയത്? 1909. ശരി. എവിടെ വെച്ചിട്ടാണ് എഴുതിയത്? സാർ വീട്ടിലാണോ? അല്ല, പുള്ളി ഒരു കപ്പലിലായിരുന്നു. എവിടേക്കുള്ള കപ്പലിലായിരുന്നു? ഇംഗ്ലണ്ടിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകുന്ന ഒരു കപ്പലിലായിരുന്നു. അപ്പൊ അടുത്ത ചോദ്യം, അദ്ദേഹം ദക്ഷിണാഫ്രിക്കയ്ക്കാണോ പോകുന്നത്? അതെ. എങ്കിൽ അദ്ദേഹം ഇന്ത്യയിലേക്കല്ലേ വന്നത്? അല്ല. ഇന്ത്യയിലേക്ക് വന്ന നമ്മളിപ്പോ പഠിച്ചല്ലേ ഉള്ളൂ. എപ്പോഴാ പഠിച്ചത്? 1915 അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിലേക്ക് വരുന്നത്. എങ്കിൽ ഇംഗ്ലണ്ടിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയ്ക്ക് ഒരു കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മൾ ട്രെയിൻ യാത്ര ചെയ്യില്ല, ഇവിടുന്ന് ഡൽഹിയിലേക്കോ ഇവിടെ നിന്ന് എന്താ കാശ്മീരിലേക്കോ ട്രെയിൻ യാത്ര ചെയ്യണമെന്ന് വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്യും? സമയം കളയാൻ വേണ്ടിയിട്ട് വല്ല ഗെയിം കളിക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഗാന്ധി എന്ത് ചെയ്തു? ഇരുന്നിട്ട് ഒരു പുസ്തകം എഴുതി. ഓക്കെ, ആ പുസ്തകത്തിൽ എന്താ പറഞ്ഞത്? ഇന്ത്യ എങ്ങനെ സ്വാതന്ത്ര്യം നേടണം, സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞാൽ ഇന്ത്യ എങ്ങനെയായിരിക്കും എന്നെന്ത് ചെയ്തു? ഗാന്ധി അങ്ങോട്ട് പറയുകയും ചെയ്തു. എന്നിട്ട് ഗാന്ധിജി പറഞ്ഞു, വെസ്റ്റേൺ, പാശ്ചാത്യമായിട്ടുള്ള വ്യവസായവൽക്കരണം നടക്കില്ല. വ്യവസായവൽക്കരണം എതിരല്ലേ ഗാന്ധിജി? ഓക്കെ, പാശ്ചാത്യപരമായിട്ടുള്ള വ്യവസായവൽക്കരണം നമ്മൾ ഇനി നടക്കില്ല. ഓക്കെ, എങ്കിൽ ഇന്ത്യൻ സമൂഹം എന്ത് ചെയ്യണം? പഴയ രീതിയിലേക്ക് പോകണം. ഓക്കെ, എന്ന് വെച്ചാൽ ഇന്ത്യക്ക് സ്വരാജ് കിട്ടിയെന്ന് വിചാരിക്കുക. സ്വരാജിന്റെ പേരാണ് എന്ത്? ആക്ച്വലി സ്വാതന്ത്ര്യം കിട്ടിയെന്ന് വിചാരിക്കുക. അത് രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമല്ല. രാഷ്ട്രീയ സ്വാതന്ത്ര്യം വെച്ച് കഴിഞ്ഞാൽ വെറുതെ ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് പുറത്തു പോകും. ബ്രിട്ടീഷുകാർ ഗോ ബാക്ക്, ഗോ ബാക്ക്. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? പുറത്തുപോയി. അതുകൊണ്ട് മാത്രം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടില്ല. ഓക്കെ, എങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ വ്യക്തിഗത സ്വയംഭരണം, ലളിതമായ ജീവിതം, സ്വാശ്രയ ഗ്രാമജീവിതം എന്നിവ എന്ത് ചെയ്യുന്നു? ഉൾപ്പെടുന്നു. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് സ്വയംഭരണം ഉണ്ടാവണം, സ്വന്തമായിട്ട് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാൻ പറ്റണം. അയാൾ വിളിക്കുന്ന പേരാണ് സത്യാഗ്രഹി. സത്യാഗ്രഹി എങ്ങനെയുള്ള ആളായിരിക്കും? ആഗ്രഹങ്ങൾ ഇല്ലാത്ത ആളായിരിക്കും. എങ്കിൽ അവർ ജീവിക്കുന്ന രീതിയാണ്
ലളിത ജീവിതം. ഓക്കെ, അപ്പൊ അവർക്ക് വേണ്ട കാര്യങ്ങൾ മുഴുവൻ ആര് കൊടുക്കുന്നതായിരിക്കും? ഗ്രാമങ്ങൾ കൊടുക്കുന്നതായിരിക്കും. എങ്കിൽ എന്തായിരിക്കും? സ്വാശ്രയ ഗ്രാമ ജീവിതം. അപ്പൊ എന്റെ ചോദ്യം നിങ്ങളോട്, ഗാന്ധി സ്വപ്നം കണ്ട കിനാശേരി ഓക്കെ ഇപ്പൊ നമുക്ക് വന്നിട്ടുണ്ടാ? ഇല്ല. ഓക്കെ, ഒന്ന്. രണ്ട്, നമ്മൾ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ സ്വാതന്ത്ര്യം വാങ്ങി എന്നുള്ളത് കറക്റ്റാണ്. പക്ഷേ ഓക്കെ പക്ഷേ നമ്മൾ ബ്രിട്ടീഷ് അല്ലെങ്കിൽ പാശ്ചാത്യ സിസ്റ്റം മൊത്തമായിട്ട് മാറിയിട്ടുണ്ട്? ഇല്ല. ഓക്കെ, കറക്റ്റ് അല്ലേ? ഇപ്പോഴായാലും അങ്ങനെ പാശ്ചാത്യ സിസ്റ്റം മാറിയിട്ടില്ലെങ്കിൽ എന്തിനാ ഫെയർ ആൻഡ് ലവ്ലിക്കും ഫെയർ ആൻഡ് ഹാൻഡ്സത്തിന് ഇത്രയധികം ഡിമാൻഡ് ഇവിടെ ഉള്ളത്? എന്തുകൊണ്ടാ കറുത്തതും മോശവും വെളുത്തതും നല്ലതുമായിട്ട് വന്നിരിക്കുന്നത്? ഓക്കെ, അതിന്റെ ആഡിൽ എന്താ പറയാ? 15 ദിവസം കഴിഞ്ഞ കറുത്ത പെൺകുട്ടി എന്തായി? വെളുത്ത പെൺകുട്ടിയായി എന്നല്ലേ പറയുന്നത്? അതെന്തിനാ വന്നിരിക്കുന്നത്? ഒരു ഹോട്ടലിലോ 5 സ്റ്റാർ സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ പരിപാടിക്കോ പോയിട്ട് കൈകൊണ്ട് കഴിച്ചാൽ എന്താ മോശക്കാരനും, സ്പൂൺ കൊണ്ട് കഴിച്ചാൽ എന്താ ഭയങ്കര നല്ലവനും? ഓക്കെ അല്ലെ? ഒരു സ്ഥലത്ത് പോയി മുണ്ടിട്ട് പോയാൽ എന്താ മോശക്കാരനും, കോട്ടും സൂട്ടും ഇട്ട് പോയാൽ എന്താ വലിയ നല്ലവനും? ഓക്കെ അല്ല, ഭയങ്കര സംഭവക്കാരൻ? ഓക്കെ എന്നായിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ലല്ലോ. അല്ല. അപ്പൊ ഗാന്ധി സ്വപ്നം കണ്ട കിനാശേരിക്ക് വന്നിട്ടുണ്ട്? ഇല്ല. ഓക്കെ, ഗാന്ധി സ്വപ്നം കണ്ട കിനാശേരിക്ക് ഇനി എന്ത് ചെയ്യുന്നു? ഒരുപാട് ദൂരം പോവേണ്ടിയിരിക്കുന്നു. ഇത്രയും കാര്യം മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ ഗാന്ധിജി പറഞ്ഞത് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ബ്രിട്ടീഷുകാർ പോയത് കൊണ്ട് മാത്രം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമോ? ഇല്ല. ഇത്രയും കാര്യമൊക്കെ അല്ലേ? അതെ. എങ്കിൽ സ്വാതന്ത്ര്യം എങ്ങനെ നേടണം? അഹിംസാത്മകപരമായ പ്രതിരോധം. അതിന്റെ പേരാണ് സത്യാഗ്രഹം. ഇത്രയും കാര്യം മനസ്സിലായോ? അപ്പൊ ഞാൻ ഇത്രയും നേരം ഘോരഘോരം പ്രസംഗിച്ചത് മുഴുവൻ ഓക്കെ എവിടെ നിന്നുള്ള കാര്യമാണ്? ഹിന്ദു സ്വരാജ് എന്ന് പറയുന്ന ബുക്ക് എന്നുള്ള കാര്യമാണ്. അപ്പൊ ക്വസ്റ്റ്യൻ ചെയ്യാലോ? ചെയ്യാം. ഓക്കെ, ഗാന്ധിജി ഹിന്ദു സ്വരാജ് എഴുതിയത് ഒന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് ഇന്ത്യയിലേക്ക് കപ്പൽ യാത്ര ചെയ്യുമ്പോൾ അല്ല. ഓക്കെ, ഇന്ത്യയിലേക്കല്ല പോയിട്ടുണ്ടായിരുന്നത്, ദക്ഷിണാഫ്രിക്കയാണ് പോയിട്ടുണ്ടായിരുന്നത്. രണ്ട്, സബർമതി ആശ്രമത്തിൽ ഇന്ത്യയിലേക്കേ വന്നിട്ടില്ല. മൂന്ന്, ഇംഗ്ലണ്ടിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ. കറക്റ്റ് ആണ്. ഓക്കെ അല്ലെ? ഇംഗ്ലണ്ടിൽ നിന്ന് കപ്പൽ എന്ത് ചെയ്യുന്നു? ദക്ഷിണാഫ്രിക്കയിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഗാന്ധി എന്ത് ചെയ്തത്? ഹിന്ദു സ്വരാജ് എഴുതിയത്. ഓക്കെ, ചമ്പാരൻ സത്യാഗ്രഹ സമയത്ത്. അതൊന്നല്ലല്ലോ. സോ ഓപ്ഷൻ 3 ആണ് എന്തായിട്ട് വരാൻ പോകുന്നത്? ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, വ്യക്തിക്കും സമൂഹത്തിനും വേണ്ടിയുള്ള നല്ല ജീവിതത്തിന്റെ ഒരു ആശയം ഗാന്ധിജി ഹിന്ദു സ്വരാജിൽ രൂപപ്പെടുത്തുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ അല്ലെ? സ്വരാജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ബ്രിട്ടീഷുകാരുടെ നിന്ന് സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നത് മാത്രമാണോ ഗാന്ധിജി പറഞ്ഞത്? ഒരിക്കലും അല്ല. ഓക്കെ, ഗാന്ധി എന്താ പറഞ്ഞത്? ഒരു വ്യക്തിയും സമൂഹവും എങ്ങനെയായിരിക്കണം? വ്യക്തിക്ക് വേണ്ടിയിട്ട് സത്യാഗ്രഹം എന്ന് പറയുന്ന കൺസെപ്റ്റും, സമൂഹത്തിന് വേണ്ടിയിട്ട് ഗ്രാമ സ്വരാജ് എന്ന് പറയുന്ന കൺസെപ്റ്റും അദ്ദേഹം തന്നിട്ടുണ്ട്. ഓക്കെ, അതെന്ത് ചെയ്തു? ഹിന്ദു സ്വരാജിൽ ഉൾപ്പെടുത്തി. ഒരു കാര്യം കൂടി പറയട്ടെ. ഹിന്ദ് സ്വരാജ്, ഹിന്ദ് എന്ന് വെച്ചാൽ ഇന്ത്യ, സ്വരാജ് എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം. ഓക്കെ, അപ്പൊ ഹിന്ദു സ്വരാജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒന്ന് ശരിയാണ്. രണ്ട്, ഇന്ത്യയിലെ കൊളോണിയൽ രാജ്യത്തിനെതിരായ ഗാന്ധിജിയുടെ ദീർഘകാല പോരാട്ടത്തിന്റെ ഫലമായിരുന്നു ഹിന്ദു സ്വരാജ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ എന്റെ ചോദ്യം നിങ്ങളോട്. ഓക്കെ, ഇന്ത്യയിൽ കൊളോണിയൽ പ്രശ്നം ഉണ്ടായിരുന്ന? ഉറപ്പായിട്ടുണ്ടായിരുന്നു. അതിനെതിരെ ഗാന്ധി ദീർഘകാല പോരാട്ടം ഉണ്ടായിരുന്നു. 1919 തൊട്ട് 47 വരെ ഗാന്ധിയൻ കാലഘട്ടം അല്ലേ? ഓക്കെ, എങ്കിൽ അതിന്റെ ഫലമായിരുന്നോ ഹിന്ദു സ്വരാജ്? അല്ല മക്കളെ, അല്ല. ആ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ ഗാന്ധിജി എന്ത് പറഞ്ഞിട്ടുണ്ട്? ഓക്കെ, ഹിന്ദു സ്വരാജ് എഴുതിയിട്ടുണ്ട്. കറക്റ്റ് അല്ലേ? ഓക്കെ, എങ്കിൽ ഒന്നും രണ്ടും എന്താണ്? ഒന്ന് ശരിയാണ്, രണ്ട് തെറ്റാണ്. എങ്കിൽ മുകളിൽ പറഞ്ഞ പ്രസ്താവനയിൽ ഏതാണ് ശരി? ഒന്ന് മാത്രം. ഒന്ന് മാത്രം എന്നുള്ള ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ എ ആണ് എന്തായിട്ട് വരേണ്ടത്? ടിക്ക് ചെയ്തിട്ട് വരേണ്ടത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. ഓക്കെ, അപ്പൊ ഗാന്ധിജി ഇന്ത്യയിലേക്ക് വന്നു. ഇത്രയും നേരം കൊണ്ട് എനിക്ക് രണ്ട് കാര്യം മനസ്സിലായി. ഓക്കെ, ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഐഡിയ ആണ് സത്യാഗ്രഹം. അതൊരു പുതിയ സത്യാഗ്രഹം എന്താണ്, സത്യാഗ്രഹി എന്താണ്, ഗ്രാമസ്വരാജ് എന്താണ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, ഇനി അടുത്തത് ഗാന്ധിജി വന്നത് 1915 ഓക്കെ, ജനുവരി 9 നമ്മൾ പ്രവാസി ദിവസമായിട്ട് ആചരിക്കുന്നു എന്നുള്ള കാര്യവും നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, ഇനി ഗാന്ധിജി വന്നപ്പോൾ എന്തു സംഭവിച്ചു? ബോംബെയിലെ അപ്പോളോ ബണ്ടറിൽ പോയിട്ട് ഗാന്ധിജിക്ക് വീരോചിതമായ സ്വീകരണം നൽകി. അപ്പൊ എന്റെ ചോദ്യം, ഗാന്ധിജി ഒരു വീരനാണോ? അതെ. ഓക്കെ, ഒരു ഹീറോ ആണോ? അതെ. കാരണം എന്താ? ഈ ഒരു പുതിയ ഐഡിയയിലൂടെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ബ്രിട്ടീഷുകാർക്കെതിരെ ദക്ഷിണാഫ്രിക്കയിൽ 20 വർഷത്തോളം എന്ത് ചെയ്തു? പോരടിച്ചു. ജനുവരി 12 ഓക്കെ, ജഹാംഗീർ പെറ്റിറ്റിന്റെ വസതിയിൽ വെച്ചിട്ട് ഗാന്ധിജിക്ക് ഒരു സ്വീകരണം കൊടുത്തു. ഓക്കെ, എന്തുകൊണ്ടാ? വന്നിരിക്കുകയാണല്ലോ, സ്വീകരണം കൊടുക്കണ്ടേ? സ്വീകരണം കൊടുക്കും.
അവിടെ വെച്ച് പുള്ളി ഒരാളെ കണ്ടുമുട്ടിയ ആളുടെ പേരാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഈ ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിജിയുടെ എന്തായിട്ട് വരുന്നത്, രാഷ്ട്രീയ ഗുരുവായിട്ട് വരുന്നത്. ശരി, ഓക്കെ. ഈ രാഷ്ട്രീയ ഗുരുവായിട്ടുള്ള ഗാന്ധിജിയോട് ഗോപാലകൃഷ്ണ ഗോഖലെയോട് ഗാന്ധിജി എന്ത് ചെയ്തു, ഹിന്ദു സ്വരാജിനെ കുറിച്ച് പറഞ്ഞു. അതായത് ഞാൻ ഇത്ര നേരം പറഞ്ഞ എല്ലാ കാര്യങ്ങളെ കുറിച്ചും പറഞ്ഞു. ഇത് കേട്ടിട്ട് ഗോപാലകൃഷ്ണ ഗോഖലെ എന്ത് ചെയ്തു, മയങ്ങി വീണു എന്നാണ് നമ്മൾ കേൾക്കുന്നത്. എന്ന് വെച്ചാൽ എന്താ, പുള്ളി പറഞ്ഞു ഇതൊന്നും ഇന്ത്യയിൽ നടക്കില്ല. ഓക്കെ, ഈ പരിപാടിയൊന്നും ഇന്ത്യയിൽ നടക്കില്ല. ഇന്ത്യക്കാരോട് പോയിട്ട് ആഗ്രഹങ്ങൾ ത്യജിക്കൂ, എന്താ ലളിത ജീവിതം നയിക്കൂ, ഇന്ത്യ വേണ്ട, പിന്നെ എന്താ മഹാരാഷ്ട്ര വേണ്ട, ബംഗാള് വേണ്ട, കേരളം വേണ്ട, ഗ്രാമം മതി. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണം, ലളിതമായ ജീവിതമാണ് നയിക്കേണ്ടത്. ഡ്രസ് ഇടുന്നത് കൂടി എന്ത് ചെയ്യണം, ചെറിയ സാധനങ്ങളായിരിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. ഈ പരിപാടി ഇവിടെ നടക്കില്ല മോനെ, നടക്കില്ല എന്നാര് പറഞ്ഞു, ഗോപാലകൃഷ്ണ ഗോഖലെ പറഞ്ഞു. ശരി, ഓക്കെ. അപ്പൊ ഗാന്ധിജി ആദ്യം ഒന്ന് ആലോചിച്ചു, എന്നിട്ട് തിരിച്ചു പറഞ്ഞു, ഓക്കെ എന്ത് ചെയ്യാം, ഓക്കെ ഞാനിത് നടപ്പാക്കുമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും അങ്ങേക്കും എന്ത് ചെയ്യാം, തെളിയിക്കാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഗോപാലകൃഷ്ണ ഗോഖലെ തിരിച്ചു പറഞ്ഞു, ആദ്യം ഇന്ത്യ എന്താണെന്നറിയണം. ഓക്കെ, നമ്മുടെ മമ്മൂക്ക് പറഞ്ഞ പോലെ പുസ്തകത്താളുകൾ നീ പഠിച്ച ഇന്ത്യ അല്ല ഇന്ത്യ. യഥാർത്ഥ ഇന്ത്യ നീ അറിയണമെങ്കിൽ, ഓക്കെ, പട്ടിണിക്കാരുടെയും പാവപ്പെട്ടവരുടെയും ഇന്ത്യ നിനക്ക് അറിയണമെങ്കിൽ, നിരക്ഷരരുടെ ഇന്ത്യ നിനക്ക് അറിയണമെങ്കിൽ നീ എന്ത് ചെയ്യുക, ഇന്ത്യ ഒന്ന് പോയി ചുറ്റി സഞ്ചരിക്കി എന്ന് ആര് പറഞ്ഞു, ഗോപാലകൃഷ്ണ ഗോഖലെ പറഞ്ഞു. അപ്പൊ ഗാന്ധി എന്ത് പറഞ്ഞു, ഓക്കെ ഡൺ, ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും, ഇന്ത്യ മുഴുവൻ ഞാൻ ചുറ്റി സഞ്ചരിക്കുന്നതായിരിക്കും. എന്നിട്ട് ഇന്ത്യക്കാര്, നിങ്ങൾ ഈ പറഞ്ഞ നിരക്ഷരരായ ഇന്ത്യക്കാർ, ഓക്കെ, നിങ്ങൾ ഈ പറഞ്ഞ എന്താ പാവപ്പെട്ടവരായ ഇന്ത്യക്കാർ, ഓക്കെ, പട്ടിണി പാവങ്ങളുടെ ഇന്ത്യക്കാർ എന്ത് ചെയ്യും, എന്റെ സത്യാഗ്രഹം ഏറ്റെടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇന്നേക്ക് 14-ാം ദിവസത്തിൽ എന്ത് ചെയ്യും, ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഇത് കളരി പരമ്പര ദൈവങ്ങളാണ്, സത്യം സത്യം സത്യം. ഇങ്ങനെയൊക്കെ പറഞ്ഞ ഇല്ലാട്ടാ, ഞാൻ ക്ലാസ്സിന് പറഞ്ഞു. ഓക്കെ, എന്ന് ആര് പറഞ്ഞു, ഗാന്ധി. ശരി, എങ്കിൽ അതിനുവേണ്ടി ഗാന്ധി എന്ത് ചെയ്തു, 3 പോരാട്ടങ്ങൾ നടത്തിയിട്ട് സത്യാഗ്രഹം ഫലപ്രദമാണെന്ന് എന്ത് ചെയ്തു, തെളിയിച്ചു. 3 പോരാട്ടം. നമ്പർ 1 ചമ്പാരൻ സത്യാഗ്രഹം 1917. നമ്പർ 2 1918 അഹമ്മദാബാദ് മിൽ സമരം. നമ്പർ 3 1918 ഗേഡ സത്യാഗ്രഹം. ഈ 3 കാര്യങ്ങളിലൂടെ അദ്ദേഹം എന്ത് ചെയ്തു, പ്രൂവ് ചെയ്തു. സാർ ഈ 3 കാര്യങ്ങൾ ശരി, അവിടെ എന്തൊക്കെയോ വേറെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, എനിക്ക് മനസ്സിലായില്ല. കാരണം ഞങ്ങൾ പഠിച്ചിരിക്കുന്നത് സിവിൽ നിയമലംഘന പ്രസ്ഥാനം എന്ന് പറയുന്ന 1930 ഉപ്പ് സത്യാഗ്രഹം എന്നാണ്. ഓക്കെ, നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ 1920 നടത്തുള്ള പരിപാടിയാണ്. ഇതിന് ഇപ്പൊ എഴുതുന്നത് എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഓക്കെ അല്ലെ, ആ വിചാരിച്ച എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് കാര്യം പറയാം. ഓക്കെ, ഗാന്ധിജി ഇപ്പൊ കുട്ടിയാണ്. സോ കുട്ടി എന്ന് വെച്ചാൽ ചെറിയ ഗാന്ധിജിയാണോ, അങ്ങനെയല്ല. ഗാന്ധിജി ഇപ്പൊ ഇന്ത്യക്ക് വന്നിട്ടേ ഉള്ളൂ. ഇവിടെ ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ ദാദാഭായ് നവറോജി ഉണ്ട്, ഗോപാലകൃഷ്ണ ഗോഖലെ ഉണ്ട്, ബാലഗംഗാധർ തിലക് ഉണ്ട്, ബിപിൻ ചന്ദ്രപാൽ ഉണ്ട്. ശരി ശരി, എല്ലാം ഉണ്ട് എന്താ പറഞ്ഞു തരുന്നത്. അതായത് അത്രയും വലിയ നേതാക്കൾ ഉണ്ട്. അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഐഡിയ ആണ് ഗാന്ധി പറയാൻ വേണ്ടി പോകുന്നത്. കറക്റ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഇന്ത്യ മുഴുവൻ നടപ്പാക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവർ അനുവദിക്കുവോ, ഇല്ല. അത്രയും വലിയ നേതാവായിട്ട് ഗാന്ധി മാറുവോ, ഇല്ല. എങ്കിൽ ഗാന്ധി പതുക്കെ പതുക്കെയല്ലേ മാറേണ്ടത്, അതെ. എങ്കിൽ ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്താ, എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥകൾ. ഓക്കെ അല്ലേ? അപ്പൊ പുള്ളി എന്താ ചെയ്യാൻ പോണത്, പരീക്ഷണമാണ് ചെയ്യാൻ പോണത്. കറക്റ്റ് അല്ലേ? ഓക്കെ, അപ്പൊ ആദ്യത്തെ പരീക്ഷണം അദ്ദേഹം ചെയ്തത് ചമ്പാരനിൽ നടത്തിയ പരീക്ഷണത്തിന്റെ പേര് സിവിൽ നിയമലംഘന പ്രസ്ഥാനം നടക്കുമോ ഇല്ലയോ, അതുകൊണ്ട് നമുക്ക് ജയിക്കാൻ പറ്റുമോ ഇല്ലയോ. അപ്പൊ പുള്ളി എന്ത് ചെയ്തു, ജയിച്ചു. അപ്പൊ പുള്ളിക്ക് മനസ്സിലായി ഇന്ത്യയിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം നടത്താൻ വേണ്ടി പറ്റുന്നതായിരിക്കും. 2 അഹമ്മദാബാദ് മിൽ സമരത്ത് അദ്ദേഹം നടത്തി, ഈ ഇന്ത്യക്കാർ നിരാഹാരം ഇരിക്കാൻ തയ്യാറാണോ, അതായത് ഭക്ഷണം കഴിക്കാതെ സ്വയം സഹനം നടത്തി സ്വയം ടോർച്ചർ ചെയ്തുകൊണ്ട് ഓക്കെ വിജയം കൈവരിക്കാൻ തയ്യാറാണ് എന്ന് 1918 അഹമ്മദാബാദ് മിൽ സമരം എന്ത് ചെയ്തു, പ്രൂവ് ചെയ്തു. ഓക്കെ, ഗവൺമെന്റുമായി നിസ്സഹകരണത്തിൽ ഗവൺമെന്റിന്റെ നിയമങ്ങളെ എതിർക്കാൻ ഇന്ത്യക്കാർ തയ്യാറാണോ, അത് സമാധാനപരമായ രീതിയിൽ ചെയ്യാൻ ഇന്ത്യക്കാർ തയ്യാറാണോ, എങ്കിൽ നിസ്സഹകരണ പ്രസ്ഥാനം നടത്താൻ ഇന്ത്യയിൽ പറ്റുമോ എന്ന് ഗാന്ധി പ്രൂവ് ചെയ്തപ്പോ ഗേഡ സത്യാഗ്രഹം 1918. മനസ്സിലായോ? അപ്പൊ ഇത് 3 ചെയ്തിട്ട് എന്നാണോ ഗാന്ധിജി ഇന്ത്യയിലെ ആളുകൾക്കും INCക്കും തന്റെ ഗുരുവായിട്ടുള്ള ഗോപാലകൃഷ്ണ ഗോഖലെക്കും വരെ പ്രൂവ് ചെയ്തത്, അന്ന് ഗാന്ധി എന്തായിട്ട് മാറി, ഒരു ദേശീയ നേതാവായിട്ട് മാറി.
അത് മാറിയ വർഷം എപ്പോഴാണ് സുഹൃത്തുക്കളെ? 1919. അതുകൊണ്ട് ഗാന്ധിയൻ കാലഘട്ടം നമ്മൾ എന്ത് വിളിക്കുന്നതായിരിക്കും? ഓക്കെ, 1919 ടു 1947 എന്ന് വിളിക്കുന്നതായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, 1919 മുമ്പ് അദ്ദേഹം 3 സമരം നടത്തിയില്ലേ? എങ്കിൽ ഗാന്ധിയൻ കാലഘട്ടം നമ്മൾ പറയേണ്ടത് 1917 ടു 1947 എന്നൊക്കെ അല്ലേ പറയേണ്ടത്? നമ്മൾ പ്രധാനമായിട്ട് എപ്പോഴാ പറയാ? 1919 ടു 1947 പറയാ. എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പറയുന്നത്? 1919 ഗാന്ധി ദേശീയ നേതാവ് ആവുന്നത്. അപ്പൊ എന്റെ ചോദ്യം വീണ്ടും നിങ്ങളോട്, എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് ദേശീയ നേതാവ് ആവാൻ പറ്റുമോ? ഓക്കെ അല്ലെ? അങ്ങനെ ഒന്നും പറ്റില്ലല്ലോ. ഓക്കെ, എങ്കിൽ എങ്കിൽ പ്രൂവ് ചെയ്യണ്ടേ? എല്ലാവർക്കും പ്രൂവ് ചെയ്യണ്ടേ? ആ പ്രൂവ് ചെയ്യാൻ അദ്ദേഹം എടുത്ത മൊത്തം കാലയളവാണ് 4 വർഷം. അതായത് 1915 വരുന്നു. ഓക്കെ, ഇന്ത്യ ചുറ്റിക്കാണുന്നു. 17 ചമ്പാരൻ സത്യാഗ്രഹം നടത്തുന്നു. 18 ഖേഡയും അതേപോലെ അടുത്ത സത്യാഗ്രഹത്തിന്റെ പേരെന്താ, അഹമ്മദാബാദ് മിൽ സമരവും നടത്തുന്നു. എന്നിട്ട് ഇന്ത്യയിലെ നേതാവായിട്ട് മാറും. ഇതല്ലേ മക്കളെ ശരി? ഓക്കെ, എങ്കിൽ ഗാന്ധിയൻ കാലഘട്ടം എപ്പോൾ തൊട്ട് എപ്പോ വരെ ആയിരിക്കും? 1919 മുതൽ 1945 വരെ ആയിരിക്കും. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഡൺ അല്ലേ? ഓക്കെ.